ഹലോ, ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുന്നത് പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് കുറുക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരുപാട് ചാറൊന്നും ഇല്ലാത്ത രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ ഇലയിലൊക്കെ സദ്യ വിളമ്പുമ്പോൾ അത് ഒഴുകിപ്പോകും. അപ്പോൾ അത് കുറുകിയ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സൈസിലുള്ളൊരു കുമ്പളങ്ങയുണ്ട്, അതുപോലത്തെ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നിന്ന് ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഞാനിപ്പോൾ കറിക്കായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അത് നമുക്ക് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിനകത്തേക്ക് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിനകത്തേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ ഒരു ലേശം വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാമുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നമ്മൾ കുമ്പളങ്ങയ്ക്കകത്ത് വെള്ളമുള്ളതാണ്. അങ്ങനെ ഒരു 2 വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാ ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ജീരകവും അതുപോലെ മുളകിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം അധികം ആക്കരുത്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് കടുക്, ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. കടുക് ഒരുപാട് അരഞ്ഞു പോകരുത്. ഇതിപ്പോൾ അതാ നമ്മുടെ കുമ്പളങ്ങ വെന്തത് ഞാനിപ്പോൾ ഒരു ചട്ടിക്കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ആ മാതിരി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഉണ്ടാവില്ല, നമ്മൾ തേങ്ങയ്ക്കകത്തും ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നാടൻ കുമ്പളങ്ങയെക്കാളും നല്ലത് ഇതുപോലെ വലിയ സൈസിലുള്ള കുമ്പളങ്ങ കൊണ്ട് ഇങ്ങനത്തെ കറി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതായതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈരിനകത്ത് നമ്മൾ ഒഴിക്കുമ്പോൾ പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ ഒരുപാട് ഒഴിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ കറി കറക്റ്റായിട്ട് കിട്ടും. പുളി കുറവാണെങ്കിൽ കൂടുതൽ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നമ്മൾ തീ ഓൺ ചെയ്യരുത്. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇടുക. ആവശ്യമുള്ളവർക്ക് ലേശം ഉലുവയും കൂടി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കടുക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.